പുറത്തുനിന്ന് വന്ന എല്ലാവരും കൂടെ ചേർന്ന് വീടിനകത്തുള്ള എല്ലാവരുടെയും ഗെയിം തൊലച്ച് കയ്യിൽ കൊടുത്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് ഒരു 50 ദിവസം കൂടെ നീട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തൊരു ക്ലാരിറ്റി വരും. സീസൺ 7 എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിരിക്കും ബിഗ് ബോസിന് ഇപ്പോഴത്തെ അവരുടെ TRPക്ക് നല്ലത്. പക്ഷെ ശരിക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസ് ആയ നമുക്ക് എന്തോരം വെറുപ്പീരാണ് അതിനകത്ത് നടക്കുന്നതെന്ന് അറിയാമോ? അത്ര മാത്രമാണ്. ഈ വീടിനകത്ത് നിൽക്കുന്ന അനുമോള്, അനീഷ്, നൂറ, അക്ബർ, നെവിൻ, ആദില, അതുപോലെ തന്നെ ഷാനവാസ്, ഇവരുടെയൊക്കെ കാര്യം, ഇവരുടെയൊക്കെ ഗെയിമുകളെ മാറി മറിഞ്ഞു പോയി. ഇവർക്ക് പുറത്ത് നടക്കുന്ന കാര്യം എന്താണെന്ന് മനസ്സിലാവുന്നുണ്ട്. ഈ പുറത്തുനിന്ന് വന്നിട്ടുള്ള പല പല കാളകൂട വിഷങ്ങളും ആദിലയും നൂറയുടെയും ഗെയിമാണ് സ്പോയിൽ ചെയ്യുന്നത്. എനിക്ക് അതേ പറയാൻ പറ്റുള്ളൂ. കാരണം മര്യാദയ്ക്ക് നിന്ന് ആദിലയുടെ അടുത്തും നൂറയുടെ അടുത്തും പോയി ഓരോന്ന് വിഷം തീണ്ടുന്ന കണക്ക് ഓതി കൊടുത്ത് അവരിത് തകിടം മറിഞ്ഞു. അനുവിന്റെ നേരെ കളിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അനു തെറ്റുകാരിയാണെന്ന് വെച്ചാൽ അനു തെറ്റുകാരി തന്നെയാണ്. പക്ഷെ അനു മാത്രമല്ല തെറ്റുകാരി. അവിടെ ഒരേപോലെ തന്നെ തെറ്റുകൾ ചെയ്തിട്ടുള്ള പലരും ഉണ്ട്. ഇതെന്തുകൊണ്ട് ആംപ്ലിഫൈ ചെയ്യുന്നില്ല? എല്ലാം അനുവിന്റെ തലയിൽ മാത്രം ഇട്ട് കൊടുക്കുന്നത് എന്തിനാണ്? പുറത്തേക്ക് ഔട്ടായി പോയവരുടെ ഫ്രസ്ട്രേഷൻ എന്നേ ഒറ്റ വാക്കിൽ അത് പറയാൻ പറ്റുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, PR കൊടുത്തിട്ടില്ല, 1 രൂപയ്ക്ക് പോലും PR കൊടുത്തിട്ടില്ല എന്ന് ധൈര്യത്തോടെ അതിനകത്ത് പോയി ഒരു കണ്ടസ്റ്റന്റിന് പറയാമെങ്കിൽ അത് ചങ്കുറപ്പ്. അങ്ങനെ പറയാ. ഈ പോയവരിൽ പലരുടെയും PR അറിയാമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ കാണിക്കുന്നത് ശരിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, എനിക്ക് തോന്നുന്നുമില്ല. നിങ്ങളുടെ PR പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രശ്നമാണ്. എല്ലാവരും ഇതിനകത്ത് PR കൊടുത്തിട്ടുണ്ട്. ഏതാണ്ട് 25 കണ്ടസ്റ്റന്റിന് 22 പേരും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. 1-2 പേര് ചിലപ്പോൾ കൊടുക്കാതെ ഇരുന്നിട്ടുണ്ടാവും. ബാക്കി എല്ലാവരും PR കൊടുത്തിട്ട് തന്നെയാണ് ഈ ബിഗ് ബോസ് വീടിനകത്തോട്ട് പോയത്, അല്ലെങ്കിൽ പോയതിനു ശേഷം PR കൊടുത്തവരാണ്. പക്ഷെ ഇതിനകത്ത് പോയിട്ടുള്ള ആക്രമണം ഇപ്പൊ നെഗറ്റീവ് ആകാൻ പോകുന്നത് ആദിലേക്കും നൂറൊക്കെയാണ്. കാരണം ഇവരുടെ മനസ്സിലാണ് വിഷം കുത്തി നിറയ്ക്കുന്നത്. അനുമോളുടെ അടുത്ത് അടുക്കാൻ പോയിട്ട് കാര്യമില്ലെന്ന് അവള് വായി തോന്നുന്ന മൊത്തം വിളിച്ചാരി പറയുന്നു. ഇത് നിങ്ങൾക്ക് അറിയാം. അനുവിന്റെ അടുത്ത് പോകുന്നില്ല. ഷാനവാസിന്റെ അടുത്ത് തൊടാനും തീണ്ടാനും പോയിട്ടില്ല. ഒരു മനുഷ്യരും പോയിട്ടില്ല. അനീഷിന്റെ അടുത്ത് എല്ലാവരും സ്നേഹവും കാര്യമാണ്. നെവിന്റെ അടുത്ത് എല്ലാവരും കോമഡിയാണ്. പിന്നെ അക്ബറിന്റെ അടുത്ത് അറിയാമല്ലോ, പണ്ടത്തെ ബുള്ളി ഗ്യാങ് എല്ലാം കൂടെ അക്ബറിന്റെ കൂടെ അങ്ങ് ഒന്നായിട്ടുണ്ട്. അക്ബറിന്റെ ഗെയിമും സ്പോയിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ അക്ബർ, ആദില, നൂര ഇവരെ 3 പേരെയും ചുറ്റിപ്പറ്റിയാണ് ഈ പുറത്തുനിന്ന് വരുന്നവർ മൊത്തം വിഷം കുത്തി കയറ്റി കാര്യങ്ങൾ പറയുന്നത്. ഒരു മര്യാദ വേണം. അടുത്ത സീസൺ മുതൽ ബിഗ് ബോസ് മിക്കവാറും റീഎൻട്രീസിനെ കയറ്റി വിടില്ല. കാരണം നിങ്ങൾ റീഎൻട്രി ചെയ്തിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ റീഎൻട്രി വൈൽഡ് കാർഡ്സുകളല്ല, ഗസ്റ്റുകളാണ്. ഗസ്റ്റുകൾ പോയി കഴിഞ്ഞാൽ അവിടെ അനീഷ് പറഞ്ഞ പോലെ അല്ലെങ്കിൽ നെവിൻ പറഞ്ഞ പോലെ ഗസ്റ്റ് ആയിട്ട് അവിടെ നിന്നാൽ മതി. അവിടെ കയറി അധികം ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫാണ് അവിടെ തീർന്നത്. നിങ്ങൾ എന്താണ് എന്നുള്ള സാധനമാണ് അവിടെ വെളിയിൽ വന്നത്. വീണ്ടും പണ്ടത്തെ ബുള്ളി ഗ്യാങ് റീഫോം ചെയ്തു. നിങ്ങളുടെ തനി കച്ചറ കുണമാണ് വെളിയിൽ വന്നിട്ടുള്ളത്. ഔട്ടായതിന്റെ ഫ്രസ്ട്രേഷൻ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ. ചിലപ്പോൾ 1-2 പേര് അതിനകത്തുനിന്ന് വളരെ നല്ല ആൾക്കാരുണ്ട്. ബാക്കി എല്ലാവരും കണക്കാണ്. ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. എല്ലാവരുമേ കണക്കാണ്. അതിനകത്ത് അഭിലാഷ് മര്യാദയ്ക്ക് നിൽക്കുന്നുണ്ട്. ഇന്ന് പോയ ലക്ഷ്മി മര്യാദയ്ക്ക് നിൽക്കുന്നുണ്ട്. പ്രവീൺ മര്യാദയ്ക്ക് നിൽക്കുന്നുണ്ട്. ആര്യൻ ഒരു പരിധി വരെ മര്യാദയ്ക്ക് നിൽക്കുന്നുണ്ട്. ബിന്നി ഒന്നും പറയുന്നത് ഞാൻ കണ്ടില്ല. ബാക്കി സാബുമാൻ ഒന്നും പറയുന്നതും ഞാൻ കണ്ടില്ല. ബാക്കി എല്ലാവരും എൻ്റെ പൊന്നു മക്കളെ കണക്ക് തന്നെയാണ്. ഒരു വകുപ്പ് ഒന്നും പറയാൻ പറ്റില്ല. ഇന്ന് പോയവരെ നമുക്ക് നാളെ കൂടുതൽ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒന്നുമേ നമുക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അമ്മാതിരി ടോക്സിസിറ്റി. നിങ്ങൾ അതിനകത്ത് പോയതിനു ശേഷമാണ് ഇത്രയും കത്തുന്ന സാധനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കത്തുന്ന കത്തല് വെറും അനാവശ്യമായ കത്തലാണ്. ഈ വെളിയിൽ കിടന്നുകൊണ്ട് PR കാണിക്കുന്ന നാറിയ കളി എല്ലാവർക്കും ഉണ്ട്. ഒരാളുടെ ഞാൻ പറയുന്നില്ല. ഞാൻ അനുവിനെ പൊക്കി പിടിക്കുകയല്ല, അനുവും ഇതിന്റെ ഭാഗം തന്നെയാണ്. പക്ഷെ ഇതെല്ലാം അനുവിന്റെ തലയിൽ മാത്രം കൊണ്ടിടേണ്ട കാര്യം എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഷൈത്യയും ആദിലയും നൂറയും അനുവും കൂടെ ഇരുന്ന് ഒരുമിച്ച് പറഞ്ഞ കാര്യങ്ങൾ വെളിയിൽ വരുമ്പം അനുവിന്റെ തലയിൽ മാത്രമാവുന്നു. അത് മാത്രമല്ല, ഓരോരുത്തരുടെയും സ്വഭാവം എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. കലാഭവൻ സരിക കുത്തി നല്ലവണ്ണം പോയിരുന്ന് പിരി കയറ്റുന്നുണ്ട്. കയറ് കിണറ്റിന്ന് വലിക്കും കണക്കിരുന്ന് വലിച്ച് മൊത്തത്തിൽ പണി വാങ്ങി കൂട്ടുന്നുണ്ട്. അപ്പാനി രാവിലെ പറയുന്നതല്ല ഉച്ചയ്ക്ക് പറയുന്നതല്ല വൈകുന്നേരം പറയുന്നതല്ല രാത്രി പറയുന്നത്. ബിൻസി കെട്ടഴിച്ചു വിട്ട ഹാലളവിയ പശുവിനെ കണക്ക് പോയി ഉള്ള മരങ്ങളിൽ മൊത്തം ഇടിച്ചിടുന്നു, വയലുകൾ മൊത്തം മെതിക്കുന്നു, ആൾക്കാരുടെ പറമ്പിൽ കയറി മൊത്തം പുല്ല് തിന്നുന്നു. ആ ഒരു ലെവലിലാണ് ബിൻസിയൊക്കെ പോർട്രേറ്റ് ചെയ്യപ്പെടുന്നത്. ബിൻസിക്ക് ഇന്ന് മസ്താനിയുടെ അടുത്ത് ക്ലിയർ ചെയ്യാനുണ്ടായിരുന്ന സാധനം ഈ സീസണുമായിട്ട് ഈ സീസൺ അകത്ത് വെച്ച് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയമേ അല്ല. ഇത് ക്ലിയർ ചെയ്യേണ്ടത് വെളിയിൽ വന്നിട്ടായിരുന്നു. ഇത് അകത്ത് വന്നിട്ട് വലിച്ച് ഒരുമാതിരി എന്താ പറയാ നാറ്റ കേസും അതുപോലെ തന്നെ
ഇവർ തമ്മിലുള്ള വഴക്കം കാരണം നെഗറ്റീവായി നിന്ന മസ്താനിയെ അടിയുണ്ടാക്കി ബിൻസി പോസിറ്റീവ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഭൂരിഭാഗം ആൾക്കാരും മസ്താനി ബിൻസി വിഷയത്തിൽ മസ്താനിയുടെ കൂടെയാണ്. മസ്താനി ഒന്നും വേണ്ടിയില്ല, വാ അടച്ചവിടെ ഇരിക്കുന്നുണ്ട്. ഈ പറയുന്ന ബിൻസി കാണിച്ചു കൂട്ടുന്ന എൻ്റെ പൊന്നു മക്കളെ, ഇന്നലത്തെ പ്ലാനിങ്ങുകളൊക്കെ നമ്മൾ കണ്ടു. നിങ്ങൾക്ക് ചോദിക്കാനും പറയാനും ഓരോന്നിനും ഓരോ സമയവും സന്ദർഭവും ഉണ്ട്. നിങ്ങളെ ബിഗ് ബോസ് തിരിച്ചു വിളിച്ചതിനകത്ത് കയറ്റിയത് ഈ പറയുന്ന ടോപ്പ് 7 ടാർഗറ്റ് ചെയ്യാനാണോ? അല്ലല്ലോ. പിന്നെ നിങ്ങൾ എന്തിനാണ് ഇവരെ ടാർഗറ്റ് ചെയ്യാനായിട്ട് വരുന്നത്? അതും എസ്പെഷ്യലി അനുമോളെ മാത്രമേ ടാർഗറ്റ് ചെയ്യുന്നുള്ളൂ. അനുമോൾക്ക് വേണ്ടി സംസാരിക്കുന്നതല്ല. അനുമോളെ നിങ്ങൾ മാറ്റിപ്പിടി. അനുമോളെ മാത്രമാക്കാതെ അനീഷിനെ ടാർഗറ്റ് ചെയ്യ്, അല്ലെങ്കിൽ നെവിനെ ടാർഗറ്റ് ചെയ്യ്, അല്ലെങ്കിൽ ആദില നൂറെ ടാർഗറ്റ്. ഇതൊന്നും നിങ്ങൾക്ക് ചെയ്യാനില്ല. അനുമോളെ ടാർഗറ്റ് ചെയ്യാൻ മാത്രം നിങ്ങൾക്ക് പറ്റുന്നുള്ളൂ. അനുമോള് PR കൊടുത്തിട്ടുണ്ടാവും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അനുമോളാണോ വീടിനകത്തിരുന്ന് നിയന്ത്രിക്കുന്ന ഈ പറയുന്ന പോലെ PR അങ്ങനെ ചെയ്യണം, PR അവരുടെ ലൈഫ് നശിപ്പിക്കണം, PR അവരുടെ ലൈഫ് നശിപ്പിക്കണമെന്ന് അനുമോൾ അല്ലല്ലോ അവിടെ പറയുന്നത്. അനുമോൾ അതിന്റെ ഭാഗമല്ല. അനുമോൾക്ക് അറിയില്ല PR കൊടുത്തിട്ട് വന്ന് അവരാണ് ഇതൊക്കെ ചെയ്യുന്നത്. അവരുടെ മണ്ടയിലോട്ട് പോയി നിങ്ങൾ കയറണം. ഈ വീടിലുള്ള കണ്ടസ്റ്റൻസിന് യാതൊന്നും പുറം ലോകമായിട്ട് ബന്ധമില്ലാതെ നിൽക്കുന്ന ആൾക്കാരുടെ മണ്ടയിൽ ഇത് കയറരുത്. അവിടെ നിൽക്കുന്ന പല പല കണ്ടസ്റ്റൻസിന്റെ PR എനിക്കറിയാം. ഞാൻ എന്തുകൊണ്ടാണ് അത് പറയാത്തതെന്ന് പറയട്ടെ. ഈ PR കാണിക്കുന്ന നാറിയ ചെറ്റ പരിപാടികൾ ഈ പറയുന്ന കണ്ടസ്റ്റൻസിന് അറിയത്തില്ല. കണ്ടസ്റ്റൻസിന് അറിയാത്ത കാര്യം, അവരുടെ ഗെയിമിൽ ഞാൻ വലിച്ചിടാത്തതിന്റെ കാര്യം, ഈ ആർമി കുട്ടിപ്പെട്ട ആളുകൾ വന്ന് കിടന്ന് ബഹളം ഉണ്ടാക്കുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ കമന്റ് വെട്ടുകിളികളും കമന്റ് ഭ്രാന്തന്മാരും വന്ന് കിടന്ന് ആർമി വിളിച്ചവിടെ ഭ്രാന്ത് കാണിക്കുമ്പോൾ ഞാൻ പലപ്പോഴും റിയാക്ട് ചെയ്യാത്ത എന്താ, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യം ഞാനത് റിയാക്ട് ചെയ്യാത്തതും അവരുടെ പേരുകൾ എടുത്ത് പറയാത്തതും ഇതൊന്നും അവിടെ നിൽക്കുന്ന കണ്ടസ്റ്റൻസിന് അറിയില്ല മക്കളെ. അവിടെ നിൽക്കുന്ന അക്ബർ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന അക്ബറുടെ കുടുംബം മൊത്തവും തകർത്ത് ആർമിക്കാരെ അക്ബറിന്റെ വൈഫിനെയും ഉമ്മായൊക്കെ തെറി വിളിച്ചിട്ടിരിക്കുകയാണെന്നാണ് അക്ബർ കരുതി വെച്ചിരിക്കുന്നത്. ആദില നൂറ കരുതി വെച്ചിരിക്കുന്നത് ഇവരെ കൂടെ നിർത്തി മാക്സിമം അനുമോള് ചതിച്ച് ഇവരെ മൊത്തം പിഴിഞ്ഞെടുത്ത് ഊറ്റി ആകെ മൊത്തം വിഷയമാക്കിയെന്നാണ് അവര് കരുതി വെച്ചിരിക്കുന്നത്. ആകെ മൊത്തം ഇതിനകത്ത് കോളം തോണ്ടി വാരിയ അവസ്ഥയാണ്. ഇതിന്റെ കൂട്ടത്തിലാണ് PR-ന്റെ നമ്പർ അനുമോള് ആദിലേക്ക് കൊടുത്തിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അവിടെ വിഷയമാവുന്നത്. എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസം നടക്കുന്ന മൊത്തം നാറ്റക്കേസും തീട്ടക്കേസുമാണ്. ഇമാതിരി പുഴുത്ത അവിഞ്ഞ നാറിയ ഒരു ചന്ത സീസൺ റീഎൻട്രികളെ കൊണ്ട് മടുത്ത് ബിഗ് ബോസ്. ദയവ് കരുതി നിങ്ങൾ അവിടെ ആൾക്കാരെ കയറ്റിവിടുമ്പോൾ റെസ്ട്രിക്ഷൻ കൊടുക്കുക. നിങ്ങളുടെ വാക്കിന് ഒരു പട്ടി വന്ന് കിടന്ന് കുരയ്ക്കുന്ന വിലയെങ്കിൽ ഇവന്മാരും തന്നോ? എത്ര തവണ നിങ്ങൾ പറഞ്ഞു പുറത്തുള്ള കാര്യം അകത്ത് പറയരുതെന്ന്? എന്തെങ്കിലും ഒരു വില നിങ്ങളുടെ വാക്കിന് തന്നോ? ഇത് നിങ്ങൾ അടിച്ചിറക്കണം. ഫിനാലെ സ്റ്റേജിൽ പോലും ഒറ്റൊരെണ്ണത്തിനെ കയറ്റാൻ പാടില്ല. കാരണം അവിടെ ഉള്ള എല്ലാവരുടെയും ഗെയിം മാറി. ഇവർ ഈ പുറത്തിറങ്ങി അറിയേണ്ട സംഭവങ്ങൾ വീടിനകത്ത് വെച്ചേണ്ടത് തന്നെ അറിഞ്ഞിരിക്കുകയാണ്. ഇത് എല്ലാവരും ഇതിനകത്ത് അഭിലാഷും പ്രവീണും ഇന്ന് പോയ ആര്യനും ഇന്ന് പോയ ആൾക്കാരും ഒക്കെ ഒഴിച്ച് ബാക്കി എല്ലാവരും, കാരണം അവിടെ എല്ലാ സംഭവങ്ങളും എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. അതിന് നിങ്ങൾ വാണി കൊടുക്കണമായിരുന്നു. ഒരാളെ ഈ പറഞ്ഞ ഇഷ്ടം പോലെ സാധനങ്ങൾ പറയുന്ന ഒരാളെ നിങ്ങൾ അവിടെ നിന്ന് അടിച്ചിറക്കി ഒരു 2 മണിക്കൂറത്തേക്ക് മാറ്റിയിരുന്നെങ്കിൽ എല്ലാത്തിൻ്റെ വാ അടഞ്ഞേനെ. എന്തെല്ലാമാണ് ഇവർ വിളിച്ചു പറയുന്നത്? എന്തെല്ലാം പുറത്ത് നടക്കുന്ന കഥകള്, ടൂർ ട്രിപ്പുകള്, ഫാൻ പേജുകള്, ഗ്രൂപ്പിനകത്തുള്ള പ്രശ്നങ്ങള്, ട്രോളുകള്, വീഡിയോസുകള്. ഈ കഴിഞ്ഞ സീസണുകളിലൊന്നും നിങ്ങൾക്ക് നാക്കുണ്ടായിരുന്നല്ലോ. ഇപ്പൊ നിങ്ങളുടെ നാക്ക് അവിടെ പോയി ബിഗ് ബോസെ ഒന്നും മിണ്ടാനില്ല. ഇത് അനുവിനെ പറയുന്നുണ്ടല്ലോ. അനുവിന്റെ സ്ഥാനത്ത് അനീഷ് ആയാലും അക്ബർ ആയാലും ആദിലായാലും നൂറായാലും നെവിൻ ആയാലും ഷാനവാസ് ആയാലും ഞാൻ ഇങ്ങനെ തന്നെ പറയും. ഒരു കണ്ടസ്റ്റന്റിനെ മാത്രം വന്നുകൊണ്ട് ഈ പറയുന്നവർക്ക് ടാർഗറ്റ് ചെയ്ത് ബാക്കിയുള്ളവരെയാണ് തിരിക്കുന്നത്. ടാർഗറ്റ് ചെയ്യുക എന്നതിനേക്കാൾ അപ്പുറത്തേക്കായിട്ട് അവരുടെ കൂടെ നിൽക്കുന്ന ആ 7 പേരെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലിക്കുന്നു. എന്ത് സ്വഭാവമാണിത്? നിങ്ങളൊക്കെ ലൈഫിലും യഥാർത്ഥത്തിൽ ഇങ്ങനെ തന്നെയാണോ? എന്തൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നതെന്ന് പറയാം. ബിഗ് ബോസ് സീസൺ 7-ന്റെ ഡേ 94-ലെ നവംബർ 5-ാം തീയതിയിലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവല്ലേ. അപ്പോൾ മോർണിംഗ് സോങ് എല്ലാം കഴിയുന്നത് ഞാൻ മോർണിംഗ് സോങ് ഒന്നും പറയാനില്ല, കാരണം അതിനേക്കാൾ വലിയ വിഷയങ്ങൾ. മസ്താനി ബിൻസി അടി അവിടെയാണ് തുടക്കം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ബിൻസിക്ക് പുറത്ത് നടന്ന ഇന്റർവ്യൂവിന്റെ കാര്യത്തിന് എന്ത് കാര്യമാവട്ടെ അകത്ത് പോയി മസ്താനി എടുത്ത് ചോദിക്കേണ്ട കാര്യം എന്തായിരുന്നു? എന്ത് കാര്യം ഉണ്ടായിരുന്നു അകത്ത് പോയി? ഇനി എന്ത് വിഷയമോ ആയിക്കോട്ടെ, ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇന്റർവ്യൂ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് തീർക്കേണ്ടത് പുറത്ത് വെച്ചിട്ടാണ്. ഇതിന്റെ കാര്യം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് രാവിലെ പറഞ്ഞിട്ടുണ്ട്. ഇന്റർവ്യൂ കൊടുത്തത് ബിൻസിയാണ്. എന്തെല്ലാം എയർ ചെയ്യണമെന്ന് തീരുമാനിക്കാൻ ബിൻസിക്ക് റൈറ്റ്സ് ഉണ്ടായിരുന്നു. അന്നേരം കണ്ണു അടച്ച് മിണ്ടാതിരുന്നിട്ട് എയർ ചെയ്ത് വിട്ടിട്ട് അത് വന്ന് നടന്ന് തീർക്കുന്ന ഒന്നാമത്തെ കാര്യം ശരിയല്ല. രണ്ടാമത്തെ കാര്യം, അത് ബിഗ് ബോസ് പ്ലാറ്റ്ഫോമിൽ കാണിച്ച് നാറിയത് ബിൻസിയാണ്. അവിടെ ഇത്രയും കിടന്ന് ഓടി നടന്ന് എല്ലാ മരത്തിലും കൊമ്പ് കുത്തേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല ബിൻസിക്ക്. ദെൻ
അപ്പാനി എന്താണ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പാനി അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവിടെ കയറിപ്പോയി രാവിലെ ഒരു അഭിപ്രായം പറയും. ബിൻസിയാണ് എൻ്റെ അടുത്തോട്ട് വന്നതെന്ന് പറയും. ഉച്ചയ്ക്ക് അനുമോളുടെ അടുത്ത് ബിൻസി വന്നിരിക്കുമ്പോൾ ബിൻസി ഇവളാണെല്ലാം പറഞ്ഞുണ്ടാക്കിയത് പറയും. വൈകുന്നേരം നേരെ തിരിച്ച് അനുമോളെ ബിൻസി എൻ്റെ അടുത്ത് വന്നിരുന്ന് ഇങ്ങനെ പിടിച്ചു എന്ന് പറയും. ഓരോ നേരം ഓരോരോ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പാനിക്ക് തന്നെ ഒരു വ്യക്തത ഇല്ല എന്തൊക്കെയാണ് പറയുന്നതെന്നുള്ളത്. ഒന്നുകിൽ അപ്പാനി പറയുന്ന കാര്യത്തിൽ അപ്പാനിക്ക് ഒരു ബോധമില്ല, ഒന്നുകിൽ അതായിരിക്കും, ഇല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്ത് വിടുന്ന വിഷയങ്ങളായിരിക്കും. അടുത്ത് കലാഭവൻ സരിക ഇങ്ങും കൂടും അങ്ങും കൂടും നടുക്ക് നിന്ന് തീയോടും. ഇതാണ് അതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അപ്പാനിക്ക് അനുമോളുടെ ദേഷ്യം ഊഹിക്കാം, ബിൻസിക്കുള്ള ദേഷ്യം ഊഹിക്കാം. കലാഭവൻ സരികയ്ക്കൊക്കെ എന്ത് ദേഷ്യം എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അനുമോളെടുത്ത്. കാരണം എന്താണ് കാര്യമെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. എന്താണ് ഇവരുടെയൊക്കെ പ്രശ്നം എന്നുള്ളത്. മാത്രമല്ല ആ ഗ്യാങ്ങിനകത്ത് അക്ബറിനെയാണ് ഇവർ ഈ പറയുന്ന റീ എൻട്രീസ് വന്നിട്ട് അക്ബറാണ് ഏറ്റവും കൂടുതൽ പെട്ട് കിടക്കുന്നത്. അക്ബർ പുറത്ത് എന്തോ വലിയ വിഷയം നടക്കുന്നുണ്ട്, പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നില്ലടാ എന്നുള്ള ലെവലിൽ ഇവർ കാര്യങ്ങൾ തിരിച്ച് ഒടിച്ച് വളച്ച് വിടുന്നുണ്ട്. ഇന്ന് രാത്രി അവിടെ ഒരു വിഷയം നടക്കുന്നുണ്ട്. ആദിലെ എടുത്ത് എന്താണ് അനുമോളുടെ PR നമ്പർ എഴുതി കൊടുത്തു. ഇത് പുറത്ത് പോയിട്ട് അക്ബറിനെ വൈറ്റ് വാഷ് അടിക്കുന്നുണ്ട്, അക്ബറിനെതിരെ പ്രയോഗിക്കുക എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നൂറയ്ക്ക് വോട്ട് പിടിക്കാൻ 50,000 രൂപ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടില്ല. ഇതൊക്കെ എന്തൊക്കെയാണ് അവിടെ വിളിച്ചു വാരി പറയുന്നതെന്നുള്ള കാര്യം ഇനിയിപ്പോൾ ആദില വരുമ്പോൾ ആദിലയുടെ അടുത്ത് ചോദിക്കുക. അല്ലാതെ നമുക്ക് എന്ത് പറയാൻ പറ്റും മക്കളെ? ഈ ഇമ്മാതിരി ടോക്സിസിറ്റി നിറഞ്ഞ സോഷ്യൽ മീഡിയയെ ഇത്രയധികം എന്താ പറയാ നാറ്റമുണ്ടാക്കുന്ന ഒരു സീസൺ, നാറി പുഴുത്ത ഒരു സീസൺ വേറെ ഇല്ല. ഇന്ന് ജനറലി അവിടെ ലക്ഷ്മി വന്നിട്ടുണ്ടായിരുന്നു, സാബുമാൻ വന്നു, ഒനീൽ വന്നു, ബിന്നി വന്നു, ആര്യൻ വന്നു, ജിസേല് വന്നു, പിന്നെ ആരാ വന്നത്? ഇവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഇവരെല്ലാവരോട് വന്ന് ഇവരുടെ വീഡിയോസ് ഒക്കെ പ്ലേ ചെയ്യുന്ന സാധനമാണ് മെയിൻലി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവസാന ദിവസങ്ങളിൽ ഹാപ്പി ആയിട്ടിരിക്കുന്ന കാഴ്ചകളാണ് ബിഗ് ബോസിൽ നമ്മൾ കാണുന്നത്. ഇതിനകത്ത് നടക്കുന്നത് പുറത്തുനിന്ന് വന്ന കുറച്ച് പേര് ആദിലെയും നൂറയും അക്ബറിനെ എരികേറ്റുന്നു, അനുമോളുടെ മണ്ടയിലോട്ട് കയറുന്നു. ഷാനവാസ് അനീഷിന്റെ മണ്ടയിൽ അവർ എന്തുകൊണ്ട് പോകുന്നില്ല? അവരടുത്ത് എന്തുകൊണ്ട് ഈ പറയുന്ന അനുമോളെ കുറിച്ച് എരികേറ്റുന്നില്ല? അനീഷിന്റെ അടുത്ത് ഇവർ ഒരു മനുഷ്യനും പോയി എരികേറ്റുന്നില്ലല്ലോ. അപ്പൊ അതെന്തുകൊണ്ട് ഷാനവാസിന്റെ അടുത്ത് ഒരു മനുഷ്യരും പോയി എരിയേറ്റുന്നില്ലല്ലോ അനുമോളെ പറ്റി? എന്തുകൊണ്ട് അവരുടെ അടുത്ത് പണി ഏൽക്കൂല? പണി ഏൽക്കണമെങ്കിൽ ആദിലെയും നൂറയായിട്ട് അനുമോൾക്ക് ഡെയിലി ഇഷ്യൂ ഉള്ളത് കൊണ്ട് അവിടെ കുത്തി തിരിച്ചു കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് എന്താ പറയാ മനസ്സ് ചാഞ്ചാടിയിട്ട് ഇവർ ഇങ്ങോട്ട് മറിഞ്ഞു വീഴും. ഇതിപ്പോ ഇവർ ദ്രോഹിക്കുന്നത് അനുമോളെ മാത്രമല്ല, അക്ബറിന്റെ ഗെയിമിനെ ഇത് ബാധിക്കുന്നുണ്ട്, ആദിലയുടെ ഗെയിമിനെ ബാധിക്കുന്നുണ്ട്, നൂറയുടെ ഗെയിമിനെ ബാധിക്കുന്നുണ്ട്. ഇപ്പൊ ആ വീട്ടിൽ ആരാണ് മെന്റലി ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നത് ആദിലയും നൂറയും അക്ബറുമാണ്, വേറെ ആരുമല്ല. ഈ വന്നിട്ടുള്ള കണ്ടസ്റ്റൻസ് ആണ്. ദൈവ കരുതി ബിഗ് ബോസ് അവരെ ഇറക്കി വിടൂ. എനിക്ക് ഇന്നത്തെ റിവ്യൂവിന്റെ അപ്പുറത്തേക്കാരും എനിക്കൊന്നും പറയാനില്ല. ഇത് തന്നെ എനിക്ക് പറയാനുള്ളൂ. കാണിക്കുന്ന വെറും തെമ്മാടിത്തരമാണ് ഈ വീട്ടുകാർ വന്നിട്ട് അവിടെയുള്ള എല്ലാവർക്കും പുറത്തുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. വെറും മോശം എന്ന് മാത്രമേ എനിക്കിതിന് പറയാനുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരാം, അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം. അതുവരേക്കും ബൈ.